ഓക്കെ, അപ്പൊ നമ്മള് ഇതായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നായിരുന്നു അല്ലേ. ഈക്വൽ ടു 0 എന്ന് വരും. സോറി, 0 അല്ല, നമ്മളുടെ ഇതുണ്ട് RB ഉണ്ട് അല്ലേ. RB എങ്ങനെയാണ്? ഇങ്ങോട്ട് വരും, മേളിലോട്ട് ആക്ട് ചെയ്യും, പോസിറ്റീവ്. സോ പ്ലസ് 14 into RB equals 0. 4 plus 6 10, 10 plus 4 14. ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ പോലെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു. അതായത് ഇവിടുത്തെ കേസിലുള്ള ടോട്ടൽ ലോഡുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. ടോട്ടൽ ലോഡ്, ഓക്കെ, ഡ്യൂ ടു UDL. UDL കൊണ്ടുള്ള ലോഡ് എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? ഇത് റെക്ടാങ്കിൾ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇത് റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? 20. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് എത്രയാണ്? 4 ആണ്. 20 into 4 equal to 80 kilonewton. അതാണ് നമുക്ക് ഇവിടെ കിട്ടി 20 into 4. ഓക്കെ, ഇവിടെ കിട്ടിയ 20 into 4 എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഡ്യൂ ടു യൂണിഫോംലി വേരിയിങ് ലോഡ്, UVL. UVL എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എവിടെയാണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണെന്ന് നോക്കിയേ, 6 ആണ്. ഓക്കെ, ബേസ് 6 മീറ്റർ, 6 ഇൻറ്റു ഹൈറ്റ് 60. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക് ഇവിടെ? 60 into 3 180 kilonewton എന്ന് കിട്ടി. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഈ 80ഉം, ഓക്കെ, ഈ 80ഉം 180 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആണ്. റൈറ്റ്. ഇനി പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എവിടെയാണത് അപ്ലൈ ആവുന്നത് നോക്കാം. ഈ ടോട്ടൽ ലോഡ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫ്രം എ ആണെന്ന് കരുതുക. ഓക്കെ, ഫ്രം എ. ആദ്യത്തെ കേസ് ഡ്യൂ ടു UDL ഈക്വൽസ് എവിടെയാണ്? ഈ റെക്ടാങ്കിളിന്റെ സെന്റർ എന്നാണ്. അതായത് സെൻട്രോയിഡ് ഓഫ് റെക്ടാങ്കിൾ ഈക്വൽ ടു സെൻട്രോയിഡ് ഓഫ് റെക്ടാങ്കിൾ എന്തായിരിക്കും? 4/2. 4/2 ഈക്വൽസ് 2 മീറ്റർ. ഇനി ഇതേ കേസിനകത്ത് തന്നെയും നമ്മളുടെ സോറി, സ്ഥലമില്ല, ഞാൻ ഒന്ന് മാനേജ് ചെയ്ത് എഴുതുകയാണ് ഇവിടെ. രണ്ടാമത്തെ കേസ് ഡ്യൂ ടു UVL. ഓക്കെ, ഡ്യൂ ടു UVL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്റർ പ്ലസ് സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഈ 8 മീറ്റർ വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പോയിന്റ് എ എന്നാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 + 4 = 8. അതാണ് ഈ 8 മീറ്റർ. പിന്നെ എന്ത് വരണം? ഈ പോയിന്റ് നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അത് എത്രയായിരിക്കും? 8 മീറ്റർ പ്ലസ് 2/3 ഓഫ് 6 എന്ന് വരും. ഇത് എത്രയാ വരിക? 2/3 ഓഫ് 6 എന്ന് പറഞ്ഞാൽ 2 2s are 4. അപ്പോൾ 8 + 4 എന്ന് പറയുമ്പോഴത്തേക്കും 12 മീറ്റർ എന്ന് വരും. നമുക്കിവിടെ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത് നോക്കിയപ്പം 0 into RA മൈനസ് ഇവിടെ കിട്ടിയ ലോഡ് എത്രയാണ്? 80. 80 into ഇവിടെ കിട്ടിയ ഡിസ്റ്റൻസ് എത്രയാണ്? 2. ഈ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 80 into 2. ഇനി എന്താണ്? മൈനസ് ഇവിടുത്തെ ലോഡ് എത്രയാണെന്ന് നോക്കിയേ. ഇതാണ് നിങ്ങളുടെ ലോഡ് അല്ലേ, 180.
അപ്പം -180 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് 8 + 2/3 ഇൻറ്റു 6, അതായത് 12 മീറ്റർ. അതാണ് ഈ 8 + 2/3 ഇൻറ്റു 6. അപ്പം എന്തായിരിക്കും ഇൻറ്റു 12 + 14 RB = 0. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 14 RB = എത്രയാണ്? 2320 എന്നാണ് വരിക. 2320. സോ RB = 2320/14 അല്ലെങ്കിൽ 165.71 കിലോന്യൂട്ടൺ എന്ന് വരും. RA = 94.29 കിലോന്യൂട്ടൺ എന്നും വരും. ഓക്കെ, ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ ഇത് മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. ഞാനൊരു ഇഷ്യൂ ഇല്ല എന്ന് കരുതിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഓക്കെ, ഇനി തൊട്ട് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ പ്രോബ്ലം ചെയ്യാൻ പോവാം. ശ്രദ്ധിക്കുക, നമ്മൾ പ്രീവിയസ് ഇയർ പ്രോബ്ലം ആണ്. പ്രീവിയസ് ഇയർ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഏപ്രിൽ 2019 ചോദിച്ചാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഒരു RA വരും, ഇവിടെ നിങ്ങൾക്ക് ഒരു RB വരും, ഇവിടെ ഒരു UDL ഉണ്ട്, ഇവിടെ ഒരു UDL ഉണ്ട്, കൂടെ ഒരു 3 കിലോന്യൂട്ടണും ഉണ്ട്. 3 കിലോന്യൂട്ടൺ ഉണ്ട്, ഇവിടെ 2 kN/m ഉണ്ട്, ഇവിടെ 2 kN/m ഉണ്ട്, ഇവിടെ ഒരു 1 kN ഉണ്ട്. ഇതിനെല്ലാം ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത് നോക്കിയേ? 1.5 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ, 1 മീറ്റർ, ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇനി തൊട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്താണ് ഇതിനകത്ത് ഫസ്റ്റ് വരിക? യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇത് ഈ സാധനം എപ്പോഴും എഴുതുള്ളൂ. ഓക്കെ, എന്താണ് ആദ്യം വരിക? സിഗ്മ Fx = 0 = 0. ഈ ഓരോ സ്റ്റെപ്പ് എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്കായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, വെറും 0 = 0 എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്, പക്ഷെ അതിനൊരു മാർക്ക് ഉണ്ട്. അടുത്ത എന്താണ്? സിഗ്മ Fy = 0. സിഗ്മ Fy = 0 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? RA + RB. നേരത്തെ അർജുന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാ വരുന്നതെന്നല്ലേ? പോസിറ്റീവ് ആണ് ഇവിടെ ഇവിടെയും, അതുകൊണ്ട് പ്ലസ് വന്നു. അടുത്തെന്താണ്? മൈനസ്, ഇവിടെ 1 kN ഉണ്ട്. അടുത്തെന്താണ്? -2 × 2 4 ആണ് അല്ലെ? 2 × 2 നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റെക്ടാങ്കിളിന്റെ ഏരിയ 2 × 2. അടുത്തതോ -3 താഴോട്ട് ആക്ട് ചെയ്യും. ഇനി -2 × 1 2 × 1 = 0. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? RA + RB = 10 kN എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നാക്കി. നെക്സ്റ്റ് യു ടേക്ക് സിഗ്മ മൊമെന്റ് അബൌട്ട് A = 0. A എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് മൊമെന്റ് എടുക്കുകയാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഏതാ വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയും 1 kN ആണ്. നേരെ പോവുക, താഴോട്ട് ആക്ട് ചെയ്യുക, പോസിറ്റീവ് വരും. അപ്പം 1 ×
1.5 ഇത് പോസിറ്റീവ് ആണ്, പ്ലസ് 0 ഇൻറ്റു ആർ എന്ന് വരും, പ്ലസ് 0 ഇൻറ്റു ആർ. അടുത്ത എന്താണ്? മൈനസ് ആണ് വരും. നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ വരും, ഇങ്ങോട്ടേക്ക് വന്നു. 2 kN/m ഡയറക്ഷനിലേക്ക് വിരൽ കൊണ്ടുപോവുക. 2 kN/m താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഫോഴ്സ് എന്തായിരിക്കും? അകത്തോട്ട് പോയി, അതായത് മൊമെന്റ് അകത്തോട്ട് പോയി, ഇപ്പൊ നെഗറ്റീവ് വന്നു. മൈനസ് 2 ഇൻറ്റു ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാണ്? ഇതിന്റെ പകുതിയിലാണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു 1 എന്ന് വരും. മൈനസ് 3 ഇൻറ്റു 2 എന്ന് വരും. 3 ഇൻറ്റു 2. ഓക്കെ. പ്ലസ് ഇവിടുന്ന് ഇവിടെ വരെ 3 ഇൻറ്റു ആർ ബി. അടുത്തത് പോസിറ്റീവ് ആണ്, സോറി, അടുത്തത് നെഗറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾ 2 kN/m താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഇവിടെയാണ് ഇനി ട്വിസ്റ്റ് വരുന്നത് അല്ലേ? ഇവിടുന്ന് ഇവിടെ വരെ മൊമെന്റ് എടുക്കണം. അപ്പൊ അത് വരും 3 പ്ലസ് 1/2 എന്ന് വരും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഇതിന്റെ പകുതി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, 3 പ്ലസ് 1/2 എന്ന് വരും, ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കിയേ? ആർ ബി ഈക്വൽസ് 17/3 എന്ന് വരും, ഓർ 5.67 kilonewton, and RA equals 4.33 kilonewton. ഇക്വേഷൻ നമ്പർ 1 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5.67 ആകുമ്പോൾ 10 മൈനസ് 5.67 4.33. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. ഈ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നിങ്ങൾ അറിയാനുള്ളത്. അതായത് എന്തൊക്കെയാണ് മൊമെന്റ് എങ്ങനെ എടുക്കണം എന്നുള്ളതും എങ്ങനെയാണ് സെൻട്രോയിഡ് വരുന്നത് എന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അടുത്ത നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്കൊരു റിയാക്ഷൻ ഇവിടെ മാർക്ക് ചെയ്യാം. RA, ഇവിടെ RB, ഇവിടെ ഒരു 3 kilonewton, ഇവിടെ 1 kilonewton/meter, ഇവിടെ ഒരു 5 kilonewton. ഇതിനെല്ലാം ലെങ്ത്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. One meter, 1.5 meter, 1.5 meter, 1 meter. നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം, സിഗ്മ fx equal to 0 gives 0 equals 0. Sigma fy equal to 0 gives RA plus RB minus 3 minus 1 into 1.5 minus 5 equal to 0. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് RA plus RB equals 9.5 എന്ന് വരും. 9.5 kilonewton എന്ന് കിട്ടും. This is equation number 1. Now taking moment about A equal to 0. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. എന്ത് വരും? ആദ്യം 0 into RA, അടുത്തത്
minus 3 into 1 minus 1 into 1.5 into എത്ര വരും? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2.5 ആണ്. അപ്പൊ 2.5 പ്ലസ് ഇതിന്റെ സെൻട്രോയിഡ് ഇതിന്റെ പകുതിയിലാണ്. 1.5 by 2 എന്ന് വരും. 2.5 പ്ലസ് 1.5 by 2 പ്ലസ് ഇങ്ങോട്ട് വരും, മേളിലേക്കാവും. അപ്പം 4RB 4 into RB മൈനസ് 5 into ഇവിടെ നിന്നുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. എത്രയാണത്? 2.5 plus 1 3.5 plus 1 4.5 അല്ലേ? അല്ല സോറി, ഇത് 4 മീറ്റർ ആണ് അല്ലേ? 1.5 plus 1.5 3 3 plus 1 4 4 plus 1 equals 5 മീറ്റർ എന്ന് വരുന്നുണ്ടായി. മീറ്റർ എന്ന് വരുന്നുണ്ട്, ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ദിസ് ഗിവ്സ് 4RB ഈക്വൽസ് എത്രയാണ് വരുന്നത്? 3 പ്ലസ് 4.875 പ്ലസ് 25 വരും. gives RB equals എത്രയാണ് വരുന്നത്? ഒരു മിനിറ്റ്. 4.875 plus 25 plus 3 divided by 4. 8.22 kilonewton എന്ന് വരും. And RA equals 9.5 minus 8.22 1.28 kilonewton. Okay. അപ്പൊ ഇതാണ് ഈ പ്രോബ്ലംസിന്റെ ഒരു കോമൺ മെത്തേഡ്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്ന, ഇതേ മെത്തേഡ് തന്നെയാണ് രണ്ടും. 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഏപ്രിൽ 2018 ചോദിച്ചിട്ടുണ്ട് 7 മാർക്കിന്. അതുപോലെ ഇത് അതിന്റെ ഒരു 4 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കാൻ പോവാണേ.